പണ്ട് കാലത്ത് വീടുകൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ അറിയാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ. അതായത് ഇവിടെ ചുറ്റുപറ്റത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, എന്നാൽ കാണാം. നമസ്കാരം, കേരള കോളിങ്ങിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര അരങ്കമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കേരള ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വീടാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അനീതിക്കെതിരെ തൂലിക ചലിപ്പിച്ചതിന് നാടുകടത്തപ്പെട്ട പത്രപ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി എന്ന പേരിൽ അദ്ദേഹത്തിന് നമ്മളെല്ലാം വാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണിത്. ഏതാണ്ടൊക്കെ ഒരു രീതിയിലൊന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇപ്പോഴും അത് നോക്കാനും കാണാനും ആളുകളില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഈ ചരിത്രം മറഞ്ഞു പോകുന്ന ചില അവസ്ഥകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചില ചരിത്രങ്ങൾ മറഞ്ഞു പോകാനുള്ളതാണ്, അത് മറക്കേണ്ടതാണ്, ശരി തന്നെയാണ്. പക്ഷേ ചില ചരിത്രങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണ്. അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നാട്ടിലെ നല്ല മനുഷ്യർ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആരായിരുന്നു എന്ന് നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തുകൊണ്ട് അദ്ദേഹം, കാരണം ഇന്ന് ആധുനിക പത്രധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് അതൊരു കച്ചവടത്തിൻ്റെ ലൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആരായിരുന്നു എന്ന് നമ്മുടെ നാടറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിലെത്താൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ കാണുന്ന ഈ റൗണ്ട് റോഡിൽ കാണുന്ന ഈ സംഭവം എന്താണ്? അത് പാർക്കായിരുന്നു പണ്ട്. പിന്നെ അതിനകത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരകമായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സ്മാരകമായിട്ട് ആ പാർക്കിനെ പിന്നെ മാറ്റി. ആദ്യം പാർക്ക് ഉണ്ടായിരുന്നു, ആദ്യമേ വലുതായിരുന്നു, പിന്നെ ചെറുതാക്കിയിട്ട് മുനിസിപ്പാലിറ്റിയുടെ വകയാണത്. ഇത് കൂടില്ല വീട്. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരങ്കമുകൾ എന്ന സ്ഥലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ച വീട് ഇന്ന് അറിയപ്പെടുന്നത് കൂടില്ല വീട് എന്ന പേരിലാണ്. 1878 ജനിച്ച് 1916 കേവലം 38 വർഷം മാത്രമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജീവിച്ചിരുന്നത്. 1910 അദ്ദേഹത്തെ നാട് കടത്തുകയായിരുന്നു, അനീതിക്കെതിരെ എഴുതിയതിൻ്റെ പേരിൽ. അതിനുശേഷം കേവലം 6 വർഷങ്ങൾക്കകത്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 38 വർഷങ്ങൾക്കുള്ളിൽ 32 വർഷത്തോളമാണ് ഇദ്ദേഹം ഈ വീട്ടിൽ ജീവിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഭവനം ഇന്ന് ഏതാണ്ടൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പ്രാചീന കാലത്തെ ഒരു കേരളീയ ഭവനം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനെങ്കിലും ഈ വീട് സംരക്ഷിക്കപ്പെടുന്നത് നല്ലതായിരിക്കുമെന്ന അഭ്യർത്ഥനയാണ് കേരള കോളിങ്ങിന് ഉള്ളത്. പൊളിഞ്ഞ് വീഴാറായി. ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് എന്നതിനപ്പുറം ഇത് സംരക്ഷിക്കാൻ വേണ്ടുന്ന കർത്തവ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല
എന്ന് നിസ്സംശയം പറയാം. അടിയിൽ നിന്നൊക്കെ ഇതാ തുരന്ന് ഇളകി മാറിയിരിക്കുകയാണ് മണ്ണൊക്കെ. ഏത് നിമിഷവും നിലം പൊത്താം. ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? ആരാണ് ഇത് സംരക്ഷിക്കേണ്ടത്? ഇത് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്? കുറേ ചോദ്യങ്ങൾ ചോദിക്കാമെന്നല്ലാതെ ഉത്തരം കണ്ടെത്തേണ്ടത് ചിലർ മാത്രമാണ്. ഉത്തരം കിട്ടിയാൽ ഈ ഭവനം ഇനിയും സംരക്ഷിക്കപ്പെടും. സുരേഷ് ഗോപിയെപ്പോലുള്ള മനുഷ്യസ്നേഹികൾ ഈ കാര്യത്തിൽ പലതവണ ഇടപെട്ടതാണെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അരങ്കമുകൾ സ്വദേശാമാന്യ രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹം കണ്ടുകഴിഞ്ഞാൽ വരുന്ന വഴിക്ക് നാട്ടുകാരായിട്ടുള്ള രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇലക്ഷൻ സമയമൊക്കെ ആയത് അവർ ഇന്ത കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയമോ ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ഇവിടെ ഇപ്പം നമ്മളൊരു ഷെഡ് കെട്ടി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അത് വീട്. അപ്പം അത് ഞാൻ അറിഞ്ഞിടത്തോളം കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് KPCC പ്രസിഡന്റ് ഏതോ വർഷങ്ങൾക്ക് മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന സുധീരനും പിന്നെ സുരേഷ് ഗോപി അവർ രണ്ടുപേരും കൂടെ ഒരു 10-15 ലക്ഷം രൂപ രണ്ടുപേരും കൂടെ ഇട്ട് ആ കുടുംബക്കാരുടെ നിന്ന് വസ്തു വാങ്ങിച്ച് പ്രസ് ക്ലബിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ശരിയാണ് അല്ലേ? അങ്ങനല്ലേ? ഇപ്പൊ പ്രസ് ക്ലബിന്റെ കയ്യിലാണ് ഈ പണി ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി പിന്നെ ഒന്നും അവർ നീങ്ങിയിട്ടില്ല. അത് പിന്നെ അവർ ചെയ്യുമ്പോൾ ചെയ്യട്ടെ. പക്ഷെ ഇപ്പം ഇരിക്കുന്നത് പ്രസ് ക്ലബിന്റെ കയ്യിലാണ്. പ്രസ് ക്ലബ്ബ് വിചാരിച്ചാൽ അത് എന്തെങ്കിലും കാരണം ആദ്യകാലത്തെ പത്രപ്രവർത്തകൻ അനീതിക്കെതിരെ സ്വദേശാമൻ രാമകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് വല്ല അറിയാം? രാമകൃഷ്ണപിള്ള ആരായിരുന്നു, എന്താണ്? നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രായത്തിന് മുമ്പ് അദ്ദേഹം നാടുകടത്തപ്പെട്ടവരൊക്കെ അറിയോ? അങ്ങനൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ല. അതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്ന കേട്ടതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ നാടിന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഇപ്പോഴും അത് അറിയണമെങ്കിൽ ചിലതൊക്കെ സംരക്ഷിക്കപ്പെടണം, എങ്കിലേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രസ് ക്ലബിൻ്റെ കയ്യിലിരിക്കുകയാണ്. പ്രസ് ക്ലബ്ബ് ആണെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞിടത്തോളം അവരൊന്നും ചെയ്യുകയില്ല, ആരെക്കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല. പലരും അത് ഇടപെട്ട് ഇവിടെ ഇത് നല്ല രീതിയിലാക്കാം, അതിനെ സംരക്ഷിക്കാം, അതിന് ചുറ്റും അത് കെട്ടി സംരക്ഷിക്കാം, പഴയത് അതേപോലെ നിലനിർത്താം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല എന്നാണ് അറിഞ്ഞത്. അവർ സമ്മതിക്കുന്നില്ല. അവരുടെ പേരിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, പ്രസ് ക്ലബിൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ജനങ്ങളോ പഞ്ചായത്ത് അധികാരികളോ ആരെങ്കിലും ഒക്കെ ഇടപെട്ട് ഇതിനെ സംരക്ഷിക്കപ്പെട്ടാൽ കൊള്ളാം. ഇപ്പം മഴയൊക്കെ പോയി വന്ന് ഇടിഞ്ഞ് പോറായി. ഷീറ്റിങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് മേൽഭാഗത്ത് മാത്രമല്ലേ ഉള്ളൂ. മഴ പെയ്യുമ്പോൾ സൈഡിലൂടെ അല്ലേ വെള്ളം വീഴുന്നത്. അത് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് സിമെന്റിലൊന്നും ഉണ്ടാക്കിയതല്ല, കുമ്മായം പോലെ മണ്ണും ഒക്കെയാണ്. അപ്പോൾ അത് നനഞ്ഞു കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ തന്നെ ചില അടിയിൽ നിന്നൊക്കെ ഇടിഞ്ഞ് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ അത് സംരക്ഷിച്ചില്ലെങ്കിൽ കുറച്ചാളുടെ കഴിയുമ്പോൾ ഇത് കാണത്തില്ല. അത് മാത്രമല്ല, ഇത് പഴയ കാലത്തൊരു വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണത്. അന്നത്തെ കാലത്ത് ഒരു വീട് ഇങ്ങനെയാണ് ഇരുന്നതെന്നെങ്കിലും മനസ്സിലാകാൻ തടിയും മാത്രം. അതെ. ഇപ്പോൾ ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ